സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പായിട്ടുള്ള സൂപ്പർ കപ്പിലും ബ്ലാസ്റ്റേഴ്സിന് രക്ഷയില്ല. നമ്മൾ ആ മാച്ച് കണ്ടതാണ്, മാച്ചിന് ശേഷം വീഡിയോ റെക്കോർഡ് ചെയ്തതുമാണ്. പക്ഷെ പിന്നീട് ആ വീഡിയോ പോയി എഡിറ്റ് ചെയ്യാനോ ആ മാച്ച് വീണ്ടും റീവിസിറ്റ് ചെയ്യാനോ അതിനൊന്നും മൈൻഡ് അത്ര സെറ്റാവുന്ന രീതിയിലായിരുന്നില്ല. കാരണം അത്രയും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ആ മാച്ചിൽ മോഹൻ ബഗാൻ്റെ ബി ടീമിനോട് ISL കളിച്ചിട്ടുള്ള ഒരു ഫോറിൻ പ്ലെയറും ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ യങ് പ്ലേയേഴ്സിൻ്റെ എനർജി, അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു ടീം സ്പിരിറ്റ്, അതിന് മുന്നിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. ഒരുപാട് സമയം കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി നിങ്ങൾക്കും കേൾക്കാൻ താല്പര്യമുണ്ടാവില്ല എന്ന് കരുതുകൊണ്ടാണ് ആ വീഡിയോ നമ്മൾ ചെയ്യാതിരുന്നത്. എന്തായാലും ആ ഒരു മാച്ച് കഴിയുമ്പോൾ, സൂപ്പർ കപ്പ് അവസാനിക്കുമ്പോൾ, നമ്മുടെ പുതിയ പരിശീലകൻ ഡേവിഡ് കറ്റാലയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലെ നിലവിലുള്ള പ്ലേയേഴ്സിനെ പറ്റിയും ടീമിൻ്റെ അവസ്ഥയൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ചുകൂടി സ്റ്റാറായിട്ട് സിമിലർ ആയിട്ടുള്ള ഇവാനേക്കാൾ കൂടുതൽ, ഇവാൻ എന്ന് പറയുന്ന ഒരു കോച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരുപാട് വേരിയേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാതെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്നുകൊണ്ട് ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായ റിസൾട്ടുകൾ ഉണ്ടാക്കിയുള്ള ടൈപ്പ് ഓഫ് ഒരു കോച്ചാണ്. പക്ഷേ സ്റ്റാറയിലേക്കും കറ്റാലയിലേക്കൊക്കെ വരുമ്പോൾ അവർ ബേസിക്സിൽ നിന്ന് മാറി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. അവർ കുറച്ചുകൂടി ഫുട്ബോളിൻ്റെ ടാക്റ്റിക്കലുള്ള ഒരുപാട് വേരിയേഷൻസ് അവർ ഗ്രൗണ്ടിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കളിക്കുമ്പോൾ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ്, അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ ക്വാളിറ്റി, അവർക്ക് എടുക്കാൻ പറ്റുന്ന റോളുകൾ, അതെല്ലാം വളരെയധികം ഡിപ്പെൻഡ് ചെയ്യും. അതിനൊരു കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് വൈസ് നല്ല രീതിയിൽ ഡൗൺ ആവുന്ന, ഒരു തരത്തിലും നമുക്ക് ആ ഒരു മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിലേക്ക് അത് മാറും. ഇപ്പോൾ കഴിഞ്ഞ 2 മാച്ചുകൾ നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ നമ്മൾ കളിച്ച ടീമിനെ അല്ല, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ഒരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഒരു ആധിപത്യമോ മോഹൻ ബഗാൻ്റെ ബി ടീമിനോട് കളിച്ചപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. സോ ഇവിടെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കറ്റാല ഈ പറഞ്ഞ പോലെ സ്റ്റാറെ പോലെ തന്നെയുള്ളൊരു കോച്ചാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടി റിക്വയർമെൻറ്റ് പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗത്താണെങ്കിലും പ്ലേയേഴ്സ് എടുക്കുന്ന റോളുകളിലാണെങ്കിലും അവരുടെ ക്വാളിറ്റിയിലാണെങ്കിലും അത് കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭവം കൺസിസ്റ്റൻ്റ് ആയിട്ട്, ചിലപ്പോൾ ഒരു മാച്ച് വിജയിച്ചാൽ ഒരു മാച്ച് തോക്കും, ആ രീതിയിലല്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പെർഫോമൻസ് ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്ലേയേഴ്സ് നമുക്ക് വേണം. സോ എന്തായാലും ഞാനിനി കാത്തിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ല രീതിയിൽ ഇടപെടുന്ന കറ്റാലയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായ രീതിയിൽ കൺവേ ചെയ്യാനും അതിനനുസരിച്ചുള്ള പ്ലേയേഴ്സിനെ നിർബന്ധമായും അടുത്ത സീസണിൽ എത്തിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അടുത്ത സീസണിൽ കാണാൻ സാധിക്കും. എന്തായാലും അതിൽ നമ്മൾ ഈ 2 മാച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ പ്ലേയേഴ്സിനെ ഉപയോഗിച്ചിട്ടുള്ള രീതിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ചേഞ്ചസ് അല്ലെങ്കിൽ കുറച്ച് റിക്വയർമെൻറ്റ് നമുക്ക് ആ ഒരു ഗെയിംസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമ്മൾ കൂടുതലും ഇപ്പോൾ സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ ആ ഒരു ബാക്ക് ലൈനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ കറ്റാല യൂസ് ചെയ്യുന്ന രീതി വെച്ചിട്ട് സെൻറ്റർ ബാക്സ് ആണെങ്കിലും ഇപ്പോൾ 3 സെൻറ്റർ ബാക്സിനെ വെച്ചിട്ട് ഇപ്പോൾ ഫോർമി പാമും അതുപോലെ തന്നെ ബികാഷ് മിലോസ് ലാവോച്ചയും ചേർന്നൊരു ഫോർമൻ ലൈനപ്പാണ് അവർ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ പോലും ബിൽഡപ്പിലേക്ക് ഒരുപാട് മറ്റാക്ക് എന്ന സമയത്തും നവോച്ചയ്ക്ക് കുറച്ചുകൂടി മുന്നോട്ടേക്ക് കയറിയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് റോൾ കൊടുത്തിട്ട് ഫോർമിയും ബികാഷും മിലോസും ആണ് ലൈനിൽ സ്റ്റേ ചെയ്യുന്നത്. സോ ഇവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ 3 പേർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള ബോൾ പ്ലേയിങ് എബിലിറ്റി ഈ പറഞ്ഞ കോച്ച് ഡിമാൻഡ് ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം പല സമയത്തും ലോങ് ബോളിലേക്ക് നമ്മൾ കുറേ കളിച്ച് ചെയ്യുമ്പോൾ അത് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടും അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ മാറാറുണ്ട്. പക്ഷേ ഇവിടെ അത് കൃത്യമായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നന്നായിട്ട് വർക്ക് ആവുള്ളൂ. സോ അവിടെ പ്ലേയേഴ്സിൻ്റെ ബോൾ ഡെലിവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്ന മിലോസ് ആണെങ്കിലും ബികാഷ് ആണെങ്കിലും ഫോർമി ആണെങ്കിലും അവരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ബോൾ ഡെലിവറീസ് ഉണ്ടായാൽ മാത്രമേ ആ ലോങ് ബോൾസ് കൃത്യമായ രീതിയിൽ റീച്ച് ആവുകയും അത് നല്ലൊരു അറ്റാക്കും ത്രെട്ടായിട്ട് മാറുകയും ചെയ്യുള്ളൂ. സോ സെൻറ്റർ ബാക്കിൽ നമുക്ക് തുടങ്ങാം. ഏത് രീതിയിലുള്ള സെൻറ്റർ ബാക്കാണ് കറ്റാല ഡിമാൻഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം ഈ പറഞ്ഞ പോലെ ബോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, ബോൾ സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സെൻറ്റർ ബാക്കിനെ ആദ്യം ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവിടെ മിലോസ് അത്യാവശ്യം ബോൾ ഡെലിവറീസിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ 2 മാച്ചുകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഡയഗണൽ ബോൾസ്, നോവയിലേക്ക് ഡയഗണൽ ലോങ് ബോൾസ് അത്യാവശ്യം എഫക്റ്റീവായിട്ട് വരുന്നുണ്ടായിരുന്നു. ആദ്യ മാച്ച് നമുക്കതൊരു പെനാൽറ്റി നേടി തന്നതുമാണ്. അതുപോലെ തന്നെ ചില ഗ്യാപ്സ് പിക്ക് ചെയ്യുന്ന പാസുകളൊക്കെ അദ്ദേഹം നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. സോ ബോൾ ഡെലിവറീസിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിൽ നമുക്ക് പ്രശ്നം മിലോസിന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ പല സമയത്തും മുന്നോട്ട് കയറി നിന്നിട്ടാണ് ബിൽഡപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് ഹൈലൈൻ ഡിഫൻസിലേക്ക് ടീം മാറുന്നുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളി മോഹൻ ബഗാൻ ഒരു ലോ ബ്ലോക്ക് ഇട്ടിട്ട് നമ്മൾ മുന്നോട്ട് കയറി വന്ന് ബിൽഡപ്പ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഹൈ ബ്ലോക്കിൽ മിലോസ് വലിയ രീതിയിൽ പരാജയപ്പെടുന്നത് നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ മാച്ചിലും ഈ 1-on-1 സിറ്റുവേഷനിൽ പ്ലേയേഴ്സിന് ഓടി തോപ്പിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ അദ്ദേഹം നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ അത് വീണ്ടും ഈ പറഞ്ഞ പോലെ വരികയാണെന്നുണ്ടെങ്കിൽ മിലോസ് അവിടെ വീണ്ടും പരാജയപ്പെടും. അങ്ങനെ ബോഡി അധികം സ്റ്റാമിന വൈസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡിഫെൻഡിങ്ങിനെയും നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഗോൾ വരുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കിംഗ് നമുക്ക് അവിടെ മിലോസിനെ കാണാൻ സാധിക്കുന്നില്ല. സോ അത് ഓൾറെഡി ഈ പറഞ്ഞ പോലെ ഓടി ടയർഡായിട്ടുള്ള മിലോസ് ആണെങ്കിൽ അവിടെ അദ്ദേഹത്തിൻ്റെ മാർക്കിങ്ങിലും അത് നല്ല രീതിയിൽ മോശമായിട്ട് ബാധിക്കുന്നുണ്ട്. സോ ഇവിടെ സ്റ്റാമിന വൈസ് ആയിട്ടുള്ള നല്ല രീതിയിൽ പേസ് കൊണ്ട് ഈ ഹൈലൈൻ ഡിഫൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ കളിക്കുന്ന ഒരു സെൻറ്റർ ബാക്ക്
അല്ലെങ്കിൽ ഒരു ഫോറിൻ സെൻറ്റർ ബാക്കിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് നമുക്കിവിടെ വരണം എന്നുള്ളത് വലിയ രീതിയിൽ ഗെയിംസിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറ്റൊരാൾ ബികാഷാണ് കൂടുതലും സെൻറ്റർ ബാക്ക് പോസ്റ്റിൽ കളിച്ചിട്ടുള്ളത്. ഈ 2 സൂപ്പർ കപ്പ് മാച്ചുകളിൽ ഇംപ്രസ് ചെയ്ത കുറച്ച് പ്ലേയേഴ്സിൻ്റെ പേരെടുത്ത് കഴിഞ്ഞാൽ അതിലൊരാളായിരിക്കും തീർച്ചയായിട്ടും ബികാഷ്. പ്രത്യേകിച്ചും ഫസ്റ്റ് മാച്ചിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് ബികാഷ് കാഴ്ചവെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ മാച്ചിൽ വരുമ്പോഴും 1-2 ഇടങ്ങളിൽ അതിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു. സോ ബികാഷ് അത്യാവശ്യം ഒരു സ്വീപ്പർ റോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇറങ്ങി നിന്നിട്ടുള്ള ഒരു നടുക്ക് നിന്നിട്ടുള്ള റോള് അത് അത്യാവശ്യം നന്നായിട്ട് എടുക്കുന്നുണ്ട്. സോ ബികാഷ് ഈ പറഞ്ഞ പോലെ അവിടെ ഒരു കുറച്ചുകൂടി സൂട്ടബിൾ ആണ്. പക്ഷേ ഈ ബിലോസിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ബോൾ ഡെലിവറി ഉണ്ടെങ്കിൽ ഡിഫൻസ് ആണ് പ്രശ്നമെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. അവിടെ ഡിഫൻസ് ഉണ്ടെങ്കിൽ ബോൾ ഡെലിവറീസിൻ്റെ കാര്യത്തിൽ ബികാഷ് അത്ര വലിയൊരു കോൺഫിഡൻസ് തരുന്നില്ല. പ്രത്യേകിച്ചും ആ സെൻറ്ററിൽ നിന്നുള്ള 2 സൈഡിലേക്കുള്ള ബോളുകൾക്ക് ഒരുപാട് സാധ്യതയുണ്ട് ഇത്തരത്തിൽ കളിക്കുമ്പോൾ ലോങ് ബോളുകൾക്ക്. സോ അവിടെ ബികാഷ് അത്ര വലിയ രീതിയിൽ പ്ലേ മേക്കർ ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കർ റോളിലേക്ക് കളിക്കാൻ പറ്റുന്ന ആ ഒരു ബോൾ ഡെലിവറി അതിന് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ്. ഇനി ഫുൾ ബാക്കിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഫുൾ ബാക്സ് ആണ് ഈ സീസണിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പക്ഷേ നമുക്ക് വളരെയധികം റിക്വയർമെൻ്റ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. 2 ഫുൾ ബാക്കിൻ്റെ 2 രീതിയിലാണ് ഈ 2 മാച്ചുകളിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നവോച്ചസ് ഇങ്ങനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡപ്പ് ചെയ്യും 3 പേര് ലൈനിൽ സ്റ്റേ ചെയ്തിട്ട് ഈ നവോച്ച അഡ്വാൻസ് ചെയ്തൊരു വിങ്ങറുടെ റോള് ആദ്യത്തെ മാച്ചിൽ വിപിൻ ഇൻസൈഡിലേക്ക് നിർത്തിയിട്ട് നവോച്ചയാണ് ഒരു വിങ്ങറുടെ റോളിലേക്ക് മുന്നോട്ട് കയറി പോകുന്നത്. രണ്ടാമത്തെ മാച്ചിൽ അതിന് മുന്നിൽ എയ്മൻ ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ ഹാഫിൽ തന്നെ എയ്മനെ സബ് ചെയ്തിട്ട് വീണ്ടും നവോച്ചയ്ക്ക് ഒരു അഡ്വാൻസ്ഡ് റോള് കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ ലെഫ്റ്റ് ബാക്കിനെ സംബന്ധിച്ച് നവോച്ച ആ റോളിൽ വരുമ്പോൾ നവോച്ചയെ സംബന്ധിച്ച് നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം സീസണുകളായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒഫൻസീവ് കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിലാണ്. ഒഫൻസീവിൽ അദ്ദേഹം ടീമിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രോസുകളുടെ രൂപത്തിലോ മുന്നോട്ട് കയറി വന്നിട്ടുള്ള കട്ട് ബാക്ക് അത്തരത്തിലുള്ള അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ് വന്നിട്ടുള്ളത്. നവോച്ചയുടെ ഒരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലൈനിൽ നിന്നിട്ടുള്ള പാസുകൾ 2 സ്ട്രൈക്കറിനെ യൂസ് ചെയ്ത് കളിച്ചിട്ടുള്ള ടൈമിൽ ഇവാൻ്റെ സീസണിലൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ചില പാസുകളുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ ആ സൈഡിൽ നിന്ന് കൊടുക്കുന്ന പാസുകൾ സ്ട്രൈക്കറിലേക്ക് റീച്ച് ചെയ്യുന്ന ഡയറക്റ്റ് പാസുകൾ ഒരു നല്ല ത്രെട്ടായിട്ട് മാറുന്നുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ഒഫൻസീവ് മുന്നോട്ട് കയറി വന്നുള്ള കോൺട്രിബ്യൂഷൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ 2 മാച്ചിലും നവോച്ച വലിയ രീതിയിൽ ഇംപ്രസീവ് ആയിട്ടില്ല. പക്ഷേ ഡിഫൻസീവിൽ അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു കെയർ അത് മറ്റ് ഫുൾ ബാക്ക് ഇപ്പോൾ അവിടെ ആര് കളിപ്പിച്ചാലും നമ്മുടെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലുള്ള ആരെ കളിപ്പിച്ചാലും അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ ലെവലിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡിഫൻസീവിലെ പെർഫോമൻസ് കീപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് നവോച്ച. പക്ഷേ നിലവിലെ അവസ്ഥയിൽ നമുക്ക് വേണ്ടത് അത് മാത്രമല്ല. കട്ടാലയുടെ കഴിഞ്ഞ സീസൺസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു 93 ജേഴ്സി നമ്പർ ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഉണ്ട്. ആ പ്ലെയർ വിങ്ങറായിട്ട് കളിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. അതിന് പുറകിൽ ഒരു ഫുൾ ബാക്ക് ഉണ്ടാവും. ഒരു ഫുൾ ബാക്കായിട്ട് കളിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. അവിടെ അതിന് എക്സ്ട്രാ റോളും എക്സ്ട്രാ പോസിബിലിറ്റി അവിടെ കൂടുതൽ ഒഫൻസീവ് സപ്പോർട്ട് കൊടുക്കാനും വിത്ത് ബോൾ കംഫർട്ടബിൾ ആണ്, തിരിച്ചൊന്ന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ടൈപ്പ് ഓഫ് ഒരു പ്ലെയറാണ് കട്ടാലക്ക് ആ സീസണിൽ അവിടെ കിട്ടിയിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്ലെയറിനെ കിട്ടാനുള്ള സാധ്യത അതിപ്പോൾ ഇന്ത്യൻ പ്ലെയർ ആണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ബ്ലാസ്റ്റേഴ്സിലുള്ള പ്ലെയേഴ്സ് ആണെങ്കിൽ നമ്മളൊരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒരു സെർച്ച് നടത്തി നമ്മളെ ടീമിലേക്ക് എത്തിക്കാനാണെങ്കിലും ആ ലെവലിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ഉണ്ടോ എന്നുള്ളത് വളരെ വളരെ ഡൗട്ടാണ്. സോ നവോച്ച ഒന്നല്ലെങ്കിൽ ആ ലെവലിൽ ഒഫൻസീവിൽ കുറച്ചുകൂടി സെറ്റായി വരണം. ബോൾ ഡെലിവറീസ് ആണെങ്കിലും അറ്റാക്കിങ്ങിലേക്ക് വരുന്ന ബോളുകളാണെങ്കിലും അവിടെ കുറച്ചുകൂടി പാസുകൾ മുന്നോട്ട് കയറി പോകുന്ന രീതിയിലൊക്കെ നവോച്ച ഇമ്പ്രൂവ് ആവണം. അതില്ലെങ്കിൽ മറ്റൊരു പ്ലെയറിനെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കൊണ്ടുവന്ന് ആ പ്ലെയറിനെ കൊണ്ട് അത്തരത്തിലുള്ള ഡെലിവറീസ് നടത്താം. ഇനി റൈറ്റ് ബാക്കിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ നേരെ തിരിച്ചാണ്. ഡിഫൻസീവിലെ കോൺട്രിബ്യൂഷനാണ് അവിടെ കൂടുതൽ ആ റൈറ്റ് ബാക്കിൽ നിന്ന് കട്ടാല ആവശ്യപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ട്. 2 മാച്ചിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഹോർമിപാമാണ്. ഇപ്പോൾ ഡിഫൻസീവിൽ കൂടുതൽ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ലൈനിൽ സ്റ്റേ ചെയ്യുന്ന പക്ഷേ അവിടെ നിന്ന് ബോളുകൾ ഡെലിവർ ചെയ്യാൻ എബിലിറ്റി ഉള്ള ടൈപ്പ് ഓഫ് ഒരു പ്ലെയറിനെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഹോർമിപാമ ആദ്യത്തെ മിനിറ്റിൽ നോവയിലേക്ക് കൊടുക്കുന്ന ഒരു ബോളുണ്ട്. സോ അവിടെ നമുക്ക് വ്യക്തമാണ് ഡിഫൻസീവിൽ സ്റ്റേ ചെയ്യുന്ന ഒരു പ്ലെയർ ആണെങ്കിലും ബോൾ ഡെലിവറീസും അറ്റാക്കിലേക്ക് വരേണ്ട സമയത്ത് ബോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പാസുകൾ സപ്ലൈ പറ്റുന്ന ഡിഫൻസിൽ വരുന്ന ഒരു പ്ലേ മേക്കറുടെ റോള് ആ ഒരു പ്ലെയറും വരുന്നുണ്ട്. പക്ഷേ അവിടെ ഹോർമി 2 ഏരിയാസിലും ഡിഫൻസീവിലും അത്ര സ്ട്രോങ് ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്യുന്നില്ല. ഒഫൻസീവിൽ കൊടുക്കുന്ന ബോളുകളും പല സമയത്തും അത്ര പ്രോപ്പർ അല്ല. സോ അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ വേണ്ട ഒരു ടൈപ്പ് സാധനം ഡിഫൻസീവിൽ നിന്ന് കളിക്കുന്ന ഡിഫൻസീവിലി സ്ട്രോങ് ആയിട്ടുള്ള അതേസമയം അവിടെ നിന്ന് പന്ത് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറിനെയാണ് കട്ടാലൊക്കെ ആവശ്യമായിട്ടുള്ളത്. പക്ഷേ അത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാൻ ഹോർമിപാമിന് 2 മാച്ചിലും സാധിച്ചു എന്ന് കരുതുന്നില്ല. സോ അവിടെയും ഒരു നല്ല റീപ്ലേസ്മെൻറ്റ് ഇന്ത്യൻ റീപ്ലേസ്മെൻറ്റ് വരേണ്ടതായിട്ടാണ് തോന്നുന്നത്. ഇനി മുന്നോട്ട് വരുമ്പോൾ ആ ഒരു ഡിഫൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് കൂടുതലും നമ്മൾ 2 മാച്ചിലും കണ്ടത് ജൂസൻ ലഗട്ടോറും വിബിനും ആണ്. പിന്നെ ലൂണ ആദ്യത്തെ മാച്ചിലുണ്ടായിരുന്നു. ആൻഡ് അവിടെ നമ്മൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ലൂണയുടെ റോള് അല്ലെങ്കിൽ ലൂണയാണ് അവിടെ കുറച്ചുകൂടി ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വേറൊന്നും കൊണ്ടല്ല, പല സമയത്തും നവോച്ച ഔട്ട് ഓഫ് പോസ്റ്റിനായിട്ട് പോകുമ്പോൾ ആ പോസ്റ്റിന് കവർ ചെയ്യാൻ എത്തുന്ന ലൂണയെ നമ്മൾ കഴിഞ്ഞ മാച്ചിൽ നോട്ടീസ് ചെയ്ത് സംസാരിച്ചതാണ്. പക്ഷേ ആ സംഭവം നമുക്ക് 2ാമത്തെ മാച്ചിൽ മിസ്സിംഗ് ആയിരുന്നു. 2ാമത്തെ മാച്ചിൽ ഈ പറഞ്ഞ പോലെ വിങ്ങിൽ വേക്കൻസി വരുമ്പോൾ അല്ലെങ്കിൽ വിങ്ങിൽ നവോച്ച ഫീൽ ആകുമ്പോൾ അവിടെ കവർ ചെയ്യാൻ മറ്റൊരു പ്ലെയറിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അവിടെ ഇല്ല. സോ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ പ്ലെയർ അവിടെ വരുന്നത് ഡിഫൻസീവിൽ ഒരു കവർ കൊടുക്കാൻ ഒരു റിക്വയർമെൻറ്റ് ആ ഒരു പ്ലെയറിനുണ്ട്. പക്ഷേ അത് 2ാമത്തെ മാച്ചിൽ അങ്ങനെ ആരും
ആരും നന്നായിട്ട് യൂസ് ചെയ്ത പോലെ ഫീൽ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മാച്ചിൽ ലൂണയുടെ മിസ് ഓഫൻസീവിനേക്കാൾ കൂടുതൽ ഡിഫെൻസീവിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതിൻ്റെ പൊസിഷനിൽ നിന്ന് മാറിയിട്ടാണ് അദ്ദേഹം വന്ന് ഡിഫെൻഡ് ചെയ്യുന്നത്. ആ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനാണ് നമുക്കിവിടെ ശരിക്കും ആവശ്യം. ലെഗട്ടോറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ലെഗട്ടോർ ഈ പറഞ്ഞ ഡിഫെൻസീവിൽ അത്യാവശ്യം ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് മാച്ച് നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഈ ഒഫൻസീവ് കാര്യങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒഫൻസീവിൽ കൊടുക്കുന്ന പാസുകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ ക്ലീശയാണ്, ലോക ക്ലീശയാണ്. പക്ഷേ അഹമ്മദ് ജാഹു എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറിനെയൊക്കെ നമ്മൾ അവിടെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ അത്യാവശ്യം ഡീപ് പ്ലേയും പ്ലേ മേക്കറായിട്ട് കളിക്കാൻ പറ്റുന്ന, ഫിസിക്കലി പ്ലേയേഴ്സിൻ്റെ ബാറ്റിൽസിൽ വിൻ ചെയ്യാൻ പറ്റുന്ന, മിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എഡു ബേഡിയ, അഹമ്മദ് ജാഹു, ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി ഫസ്റ്റ് സീസണിൽ കാണിച്ച മൻസോറോ, ആ ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ, ഒരു ഫോറിൻ പ്ലെയർ തന്നെ അവിടെ വേണം. ലഗട്ടോർ എനിക്ക് തോന്നുന്നില്ല പോസിഷൻ സാറ്റിസ്ഫൈങ് ആയിട്ട് 2 മാച്ചിനും കളിച്ചു എന്നുള്ളത്. ഡിഫൻസീവിൽ അദ്ദേഹം ഓക്കെയാണ്, ചില ഗ്രൗണ്ട് പാസുകൾ അദ്ദേഹം കളിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് വേണം. കാരണം എങ്കിൽ മാത്രമേ ഇവിടെ കുറച്ചുകൂടി നമുക്ക് കൂടുതൽ എന്തെങ്കിലും മിഡ്ഫീൽഡ് കൺട്രോൾ 2 മാച്ച് നമുക്ക് മിഡ്ഫീൽഡിൽ കൺട്രോൾ ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല, രണ്ടാമത്തെ മാച്ചിൽ തീരെ ഉണ്ടായിട്ടില്ല. പ്രോപ്പർ ഒരു സൂപ്പർ സ്റ്റാറായിട്ട് മാറുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറിനെ റിക്രൂട്ട് ചെയ്യാൻ മാത്രമേ മധ്യനിരയിൽ നമുക്ക് ഒരു കൺട്രോൾ കിട്ടൂ. വിപിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇന്ത്യൻ പ്ലെയറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഡിഫൻസീവ്ലി ഫെയിൽ ആവുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ ബാറ്റിൽസിന് നല്ല രീതിയിൽ ഫെയിൽ ആവുന്നുണ്ട്. ആ മിഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലും വിപിൻ കഴിഞ്ഞ 2 മാച്ചിന് വളരെ മോശമായിരുന്നു. ആൻഡ് ചില ഇടങ്ങളിൽ ചില പാസുകൾ ഹെസൂസിലേക്ക് ഒരു പാസ് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ മാച്ചിൽ. അങ്ങനെയുള്ള 1-2 പാസുകൾ മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ആ ടോട്ടലി ഒരു മാച്ച് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു പ്രോപ്പർ കൺട്രോൾ കൊണ്ടുവരാൻ വിപിനും പരാജയപ്പെട്ടിട്ടുണ്ട്. സോ അവിടെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഡ്യൂട്ടീസ് എടുക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡാണ് നമ്മുടെ ഒരു മെയിൻ സംഭവം. ആ മിഡ്ഫീൽഡിൽ 2 മാച്ചിനും കൺട്രോൾ ഉണ്ടായിട്ടില്ല. അവിടെ പ്രോപ്പറായിട്ടുള്ള ഫോറിൻ പ്ലേയേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെങ്കിലും വന്നേ പറ്റൂ. അതുപോലെ തന്നെ ഒരു സംശയമുള്ളത് ഡാനിഷിൻ്റെ റോളിനെ പറ്റിയാണ്. 2 മാച്ചിലും ഫസ്റ്റ് 11 ഹെസൂസിനൊപ്പം കളിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോപ്പർ റോളോ പലയിടങ്ങളിലും വളരെ ആബ്സെൻ്റ് ആയിട്ടാണ് ഡാനിഷിനെ കണ്ടത്. പക്ഷേ പന്ത് പോകുമ്പോഴെല്ലാം അവിടെ ആ ഒരു ഏരിയയിൽ ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നത് ഡാനിഷ് ഫാറൂഖിനെ തിരിച്ച് ഡിഫൻസിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതിൻ്റെ ഗെയിം സ്റ്റൈൽ കൂടി നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ, കാരണം കുറച്ചുകൂടി ഡിഫൻസീവ്ലി പ്രോപ്പറാണ്, ഒഫൻസീവ്ലി വളരെ മോശമാണ്. നമുക്കറിയാം പാസുകൾ മിസ് പാസുകളായിട്ട് മാറുന്നതും. ക്രിയേറ്റീവ്ലി കളിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം നല്ലൊരു ഡിസ്ട്രോയറാണ്. നല്ല രീതിയിൽ ആ ഡിഫൻസീവ്ലി കളിപ്പിച്ചുള്ള കളികളിൽ അദ്ദേഹം ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. സോ മിഡിലേക്ക് സെൻറ്ററിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് തോന്നുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ പന്ത് റിക്കവർ ചെയ്യുന്ന, ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന, റിക്കവർ ആയിട്ട് പാസ് കൊടുക്കുന്ന ആ ലെവൽ ഓഫ് സാധനങ്ങളൊക്കെ ഗംഭീരമായിട്ട് ഡാനിഷ് ചെയ്യും. പക്ഷേ ഒരു ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് അവിടെ കളിപ്പിക്കാൻ വേറെ പ്ലെയർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഡാനിഷിനെ നമ്മളോട് കളിപ്പിച്ച് നോക്കുന്നത്. പക്ഷേ അവിടെ പ്രോപ്പറായിട്ട് പോക്കറ്റിൽ നിന്ന് കളിക്കാൻ പറ്റുന്ന, ഓവർലോഡ് ചെയ്യാൻ പറ്റുന്ന, ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന, സ്ട്രൈക്കർ നല്ല സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആ ടൈപ്പ് ഓഫ് ഒരു ഫോറിൻ പ്ലെയറിനെയാണ്, ലൂണയെ പോലെ ഒരു പ്ലെയറിനെയാണ് അവിടെ നമുക്ക് ആവശ്യമായിട്ട് തോന്നുന്നത്. സെക്കൻഡ് സ്ട്രൈക്കറായിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യം ക്രിയേറ്റീവായിട്ട് കളിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയർ ഹേസൂസിന് പിറകിലായിട്ട് വരണം എന്നാണ് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഇനി ഈ സൂപ്പർ കപ്പിലെ വൺ ഓഫ് ദ മെയിൻ കൺസേൺസിൽ ഒന്നാണ് നമ്മുടെ ഹേസൂസിൻ്റെ പെർഫോമൻസ്. 2 മാച്ചിലും ഒരുപാട് ഈസി മിസ്സുകൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ആൻഡ് അവിടെ ഗെയിം സ്റ്റൈൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ സീസണിൻ്റെ അവസാനമൊക്കെ അദ്ദേഹത്തിന് അധികം മാച്ചസ് കളിക്കാൻ പറ്റിയിരുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നമാവാനാണ് ചാൻസ് കൂടുതൽ. ഗെയിം സ്റ്റൈലിൽ നമ്മൾ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ കളിച്ചതുപോലെ തന്നെ കുറച്ച് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരുന്ന, അതേസമയം ഫ്രണ്ടിലേക്ക് എത്തുന്ന അങ്ങനെയുള്ള രീതി തന്നെയാണ് കറ്റാലയെ ഉപയോഗിച്ചുള്ളത്. പക്ഷേ കറ്റാലയുടെ സീസൺസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രൈക്കേഴ്സ് കുറച്ചുകൂടി അഗ്രസീവ് ആയിരുന്നു. അവർ കുറച്ചുകൂടി ആ ഒരു എക്സ്ട്രാ ഇൻറ്റൻറ്റ്, ആ ഒരു ഹേസൂസ് കുറച്ചുകൂടി ലേസി ആയിട്ട് കളിക്കുന്ന ആ ഒരു ഫിനിഷിംഗ് കൊണ്ടുവരുന്ന ടൈപ്പ് ഓഫ് ഒരു പ്ലെയറാണ്. പക്ഷേ ചില ഇടങ്ങളിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ഔട്ട് സൈഡ് സിംഗിൾ സ്ട്രൈക്കറായിട്ട് വരുന്ന സമയത്തൊരു അഗ്രഷൻ, ആ ഒരു പ്ലെയറിനെ ബോൾ വിൻ ചെയ്യാനും ഫിസിക്കൽ ബാറ്റിൽസിൽ വിൻ ചെയ്യാനും ഒക്കെയുള്ള ഒരു അഗ്രഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് മാച്ചിലൊക്കെ ആ ഒരു അഗ്രഷൻ കൂടി നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഇറങ്ങി വന്ന് കളിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം അത്യാവശ്യം പ്രോപ്പറായിട്ട് പാസസ് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഈവൻ ആ ലാസ്റ്റ് മാച്ചിലെ അസിസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഹേസൂസ് ആണ്. സൂപ്പർ കപ്പിലെ 2 മാച്ചുകൾ കൊണ്ട് മാത്രം അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് പറയുന്നതിനോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. കുറച്ചുകൂടി അദ്ദേഹത്തിന് ഒരു ടൈം കൊടുക്കണം. കാരണം പ്രോപ്പറായിട്ടുള്ള സ്ട്രൈക്കറാണ്. കഴിഞ്ഞ ദിവസം 10-ലധികം ഗോൾ സ്കോർ ചെയ്തെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു പ്ലെയർ അല്ല, സൂപ്പർ കപ്പിൽ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറെ അല്ല ഹേസൂസ്, നമുക്ക് നന്നായിട്ട് അറിയാം. സോ അവിടെ കുറച്ചുകൂടി ആ ഒരു ടൈം കൊടുത്താൽ നന്നായിരിക്കും. പക്ഷേ അവിടെ കുറച്ചുകൂടി അഗ്രസീവ് ആയിട്ടുള്ള ഒരു പ്ലെയറിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ ഹേസൂസിന് പിന്നിൽ കളിക്കുന്ന പ്ലെയറിന് കുറച്ചുകൂടി സപ്പോർട്ട് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഹേസൂസിന് കുറച്ചുകൂടി ആ ഒരു ഫ്രണ്ടിലെ ടൈം സ്പെൻഡ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ ഫിനിഷിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയേക്കും. വിങ്ങേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നോവ സദവ്, റൈറ്റിലേക്ക് വന്ന നോവ സദവിന് കുറച്ചുകൂടി ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വെർഷൻ നമ്മൾ കണ്ടിരുന്നു. വിങ്ങേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നവോച്ചയാണ് നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുന്നെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു വിങ്ങർ തന്നെ അവിടെ വേണം. അതിലേക്കായും ഭേദം ഫുൾ ബാക്കായിട്ട് നവോച്ചിനെ ഉപയോഗിച്ചിട്ട് വിങ്ങറായിട്ട് ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടാണ് നമുക്കിപ്പോൾ ആവശ്യം. സോ കോറു സിംഗ് പക്ഷേ റൈറ്റ് വിങ്ങറായിട്ടുണ്ട്. സോ ആ ഒരു പ്രശ്നം എങ്ങനെ കട്ടാല പരിഹരിക്കും എന്നുള്ളതാണ് ഒരു ഡൗട്ട്. നോവയും കോറു സിംഗും ഒരുമിച്ച് റൈറ്റിൽ വരുമ്പോൾ ഈ പറഞ്ഞ ചേഞ്ചസ് വീണ്ടും നോവയെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അവിടെ ഒരു പ്രോപ്പർ വിങ്ങർ അല്ലെങ്കിൽ നല്ലൊരു വിങ്ങറിൻ്റെ ഒരു അവൈലബിലിറ്റി കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ പറഞ്ഞ പോലെ 2 മാച്ചുകൾ കൊണ്ട് കട്ടാല ഇനി അതിൻ്റെ സ്റ്റൈൽ മാറ്റുമോ അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരുമോ
അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും ടീമിനെ പറ്റി ഏകദേശം ഒരു ധാരണ അതിന് കിട്ടിക്കാണും. നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ശക്തമായിട്ട് ഇടപെടുന്ന കറ്റാലയാണ് ഇനി നമുക്ക് വേണ്ടത്. അവിടെ നിർബന്ധമായിട്ടും റീപ്ലേസ്മെൻറ്റ് ക്വാളിറ്റി ആ രീതിയിൽ ഡിമാൻഡ് ചെയ്ത് കൊണ്ടുവരാൻ കറ്റാലയ്ക്ക് സാധിച്ചു കഴിഞ്ഞാൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് അടുത്ത മാച്ചിൽ അടുത്ത സീസണിൽ കാണാൻ സാധിച്ചേക്കും. അതല്ലെങ്കിൽ ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പോകും. അധികം നാളെ നമ്മൾ കറ്റാലയും കാണില്ല. എന്തായാലും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ കറ്റാലയുടെ 2 മാച്ചുകൾ കണ്ടിട്ട് അദ്ദേഹം ഡിസർവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്ലേസ് ഏതാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിതിൽ മറ്റൊരു കാണാം. ബൈ.